കോഴിക്കോട് കുറ്റ്യാടിയിൽ യുവാവിനെ ബി.ജെ.പി. പ്രവർത്തകരുടെ മർദ്ദനം. വാക്കുതർക്കം പരിഹരിക്കാൻ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം അതിക്രൂരമായി മർദ്ദിച്ചു. ദൃശ്യങ്ങൾ 24-ന്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ സുരേഷ്. എസ്.കെ.എൻ. ഗുഡ് മോർണിംഗ്. ഈ മാസം 7-ാം തീയതി ബി.ജെ.പി. പ്രവർത്തകർ കുറ്റ്യാടി നഗരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത ഒരു ബി.ജെ.പി. പ്രവർത്തകനോട് ഇന്നലെ പരിക്കേറ്റിട്ടുള്ള മണിയൂർ സ്വദേശിയായ മുഹമ്മദ് അപമര്യാദയായി പെരുമാറി എന്നതിൻ്റെ പേരിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദിനെ ഇന്നലെ ബി.ജെ.പി. പ്രവർത്തകർ കുറ്റ്യാടി നഗരത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിനുവേണ്ടി മുഹമ്മദ് കാറിലെത്തിയപ്പോഴാണ് 10ഓളം പ്രവർത്തകരെത്തി അതിക്രൂരമായി മുഹമ്മദിനെ മർദ്ദിച്ചത്. ദൃശ്യങ്ങളിൽ ആ മർദ്ദനം വ്യക്തമാണ്. എസ്.കെ.എൻ. ഈ യുവാവ് കാറിനുള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇരച്ചെത്തിയ 10ഓളം പ്രവർത്തകർ ആദ്യം കാറ് ആക്രമിക്കുകയും അതിനുശേഷം പുറത്തേക്കിറങ്ങിയ യുവാവിനെ വിവിധ വടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. നാട്ടുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുകയായിരുന്നു ഈ ബി.ജെ.പി. പ്രവർത്തകരുടെ മർദ്ദനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. അതിന് കാരണമായ കാര്യങ്ങളും അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുണ്ട്. തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുള്ള മുഹമ്മദ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് കുറ്റ്യാടി CI നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എസ്.കെ.എൻ. താങ്ക് യു രാഹുൽ സുരേഷ്.